മുന്നറിയിപ്പ് കൂടി ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കിടയിലും വെനസ്വേലയ്ക്കും അമേരിക്കയും ഇടയിലെ ജിയോഗ്രഫിക്കൽ പ്രത്യേകതകൾ, അത് ഭൂമിശാസ്ത്രപരമായ ആ പ്രത്യേകതകൾ എങ്ങനെ ഈ ആക്രമണത്തിന് ഇടവച്ചു, അതിൽ ഏത് തരത്തിലുള്ള സാങ്കേതിക നീക്കങ്ങളൊക്കെയാണ് അമേരിക്ക നടത്തിയെന്ന കാര്യം കൂടി അഭിലാഷ് നായർ നമുക്കൊപ്പം ചേരുന്നു. അഭിലാഷ്, ഈ അമേരിക്കയുടെ നീക്കത്തിൽ അമേരിക്ക ഉപയോഗിച്ച ഡെൽറ്റ ഫോഴ്സ്, അവരുടെ നീക്കം സങ്കീർണമായിരുന്നു. അതായത് ഓഗസ്റ്റ് മാസം മുതൽ തന്നെ CIA പ്രതിനിധികൾ വെനസ്വേലയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ വളരെ ടാർജറ്റഡായ, വളരെ കൃത്യമായ പ്ലാനിങ്ങിൽ നടത്തിയൊരു ഓപ്പറേഷനാണ്. അപ്പോൾ ഈ ജിയോഗ്രഫിക്കൽ പ്രത്യേകതകൾ, ഇരു രാജ്യം വലിയ അകലത്തില്ലാതെയുള്ളതാണ് രണ്ട് രാജ്യങ്ങൾ. ഏത് തരത്തിലുള്ള നീക്കമാണ് ഈ സൈനിക നീക്കത്തിലുണ്ടായത്? നിരവധി പ്രീ പ്ലാൻഡായി കരസേനയും കടലിലൂടെ വലിയ തരത്തിലുള്ള സൈനിക നീക്കമൊക്കെയാണ് അമേരിക്ക നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത അതെങ്ങനെയാണ്? സജിത്ത്, നമ്മൾ ഇവിടെ കാണേണ്ടത്, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു ആക്രമണം ഈ അടുത്ത കാലത്ത് പ്ലാൻ ചെയ്തതായിരുന്നില്ല. അതായത് ഡൊണാൾഡ് ട്രംപ് ആദ്യ ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന സമയത്ത് 2018-19 കാലത്ത് ഇത്തരത്തിലൊരു നീക്കം അവർ പദ്ധതിയിട്ടിരുന്നു. അതായത് അന്ന് തന്നെ ഈ മദൂറോയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഈ എണ്ണ ഖനനം, എണ്ണ നിക്ഷേപം തങ്ങളുടെ വരുതിയിലാക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷെ അന്ന് പല കാര്യങ്ങൾ കൊണ്ട് അത് നടന്നില്ല. ആ സമയത്ത് നമുക്കറിയാം $50 മില്യൺ ആണ് ഈ മദൂറോയുടെ തലയിൽ വന്ന് വിലയിട്ടിരുന്നത്. മദൂറോയ്ക്കെതിരായിട്ടുള്ള വിവരങ്ങൾ, മദൂറോയെ അറസ്റ്റ് ചെയ്യാനുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് അതിനനുസരിച്ച് $50 മില്യൺ നൽകുമെന്നുള്ളതായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. പിന്നീട് വീണ്ടും രണ്ടാമത് അധികാരത്തിൽ വരുമ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ ആണ് ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപിന് പറയുന്നത്, ഇത്തരത്തിൽ ഇങ്ങനൊരു അവസരം ഈ സമയത്തുണ്ട്, അത് നടത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നേട്ടം തങ്ങൾക്കുണ്ടാകുമെന്നുള്ള ഒരു ഉപദേശം മാർക്കോ റൂബിയോ ഡൊണാൾഡ് ട്രംപിന് കൊടുക്കുന്നത്. അത് പ്രകാരം ഡെൽറ്റ ഫോഴ്സ്, അമേരിക്കയുടെ ഏറ്റവും എലൈറ്റ് ഫോഴ്സുകളിൽ ഒന്നാണ് ഡെൽറ്റ. അവർ 1970-കളിലാണ് രൂപം കൊണ്ടത്. സൗത്ത് കരോലിനയിലാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ എല്ലാ രീതിയിലും വായുമാർഗവും കരമാർഗവും കടൽ മാർഗവും ഒക്കെ ആക്രമിക്കാനും അതുപോലെ തന്നെ ഈ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കാനും ഒക്കെ എല്ലാ തരത്തിലുമുള്ള ആയോധന മുറകളും ഏത് സാങ്കേതിക വിദ്യയിലുള്ള ഗണ്ണുകളും ആയുധങ്ങളും ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടീമാണ് അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ്. അവരങ്ങനെ എല്ലാ സാധാരണയായിട്ടുള്ള ഓപ്പറേഷൻസിനൊന്നും അവരെ കൊണ്ടുപോകാറില്ല. അപ്പോൾ ഇത്രയും വളരെ വലിയ ശ്രമകരമായിട്ടുള്ള ദൗത്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫോഴ്സാണ് ഡെൽറ്റ എന്ന് പറയുന്നത്, ഡെൽറ്റ കമാൻഡോസ്. അപ്പോൾ അവരെയാണ് ഈ ഒരു ദൗത്യത്തിനായി ഉപയോഗിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ തന്നെ ഇത്തരത്തിലൊരു നീക്കം ഡെൽറ്റ ഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇവർ അമേരിക്കയിൽ തന്നെ ഈ മദൂറോ താമസിക്കുന്ന വീടിൻ്റെ ഒരു മിനിയേച്ചറൊക്കെ ഉണ്ടാക്കി. ഈ മദൂറോ താമസിക്കുന്ന വീടെന്ന് പറയുന്നത് ഒരു പ്രത്യേക ലോഹം കൊണ്ടാണ് അതിൻ്റെ വാതിലെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ആ വാതിൽ പൊളിക്കാനായിട്ട് അവർ ഒരു മാസത്തോളം പരിശീലിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ പരിശീലനം കഴിഞ്ഞ ശേഷം കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപ് ഡെൽറ്റ ഫോഴ്സിന് ഇത്തരത്തിൽ മദൂറോയുടെ വീട് ആക്രമിക്കാനും മദൂറോയെ അറസ്റ്റ് ചെയ്ത് അമേരിക്കയിൽ എത്തിക്കാനുമുള്ള നിർദ്ദേശം നൽകുന്നത്. അതിനൊരു കൃത്യമായ കാലാവസ്ഥ ഇന്നലെ ലഭിച്ച ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഒരു ആക്രമണം നടത്തിയത്. മാത്രമല്ല വെനസ്വേലയിൽ CIA പല ഏജന്റുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ മദൂറോയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും അതിനനുസരിച്ചുള്ള കൃത്യമായ വിവരം നൽകിയിരുന്നത് CIA ആണ്. അങ്ങനെ അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള CIA-യും അവരുടെ കമാൻഡോ ഫോഴ്സ് ആയിട്ടുള്ള ഡെൽറ്റ ഫോഴ്സും ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു അതിസങ്കീർണമായിട്ടുള്ള ദൗത്യത്തിലൂടെയാണ് അതിന് പേരിട്ടത് ഓപ്പറേഷൻ റിസോൾവ് എന്നാണ്. അങ്ങനെ ആബ്സല്യൂട്ട് റിസോൾവ് എന്നാണ്. അങ്ങനെ ആ ഒരു ഓപ്പറേഷനിലൂടെയാണ് ഇത്തരത്തിൽ മദൂറോയെ കീഴ്പ്പെടുത്തുന്നതും ഒരു വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ അവിടെ നിന്ന് അമേരിക്കയിലേക്ക് എത്തിക്കാനുമുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തിയ ഒരു ഓപ്പറേഷൻ, അതിൻ്റെ ഒരു പദ്ധതിയുടെ വിജയമാണ് സത്യത്തിൽ ഇന്നലെ നമ്മൾ കണ്ടത്. 100ഓളം ഹെലികോപ്റ്ററുകൾ അമേരിക്കയിൽ നിന്ന് ഇവിടെ വെനസ്വേലയിലെത്തി ആക്രമണം നടത്തുന്നതിനുള്ള കോപ്പുകൾ കൂട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ കരീബിയൻ സീയുടെ മേഖലയിൽ, അതായത് വെനസ്വേലയുടെ മെരിടൈം അതിർത്തിയാണ് ഈ കരീബിയൻ സീ എന്ന് പറയുന്നത്. ഈ അമേരിക്കയുടെ ഫ്ലോറിഡ, ഈ കാണുന്ന ഈ ഫ്ലോറിഡയിൽ നിന്ന് കേവലം 2000 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ വെനസ്വേലയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഈ കാരക്കാസ് എന്ന് പറയുന്നത്. ഈ കാരക്കാസിലേക്ക് കടൽ മാർഗം അവരുടെ വാർഷിപ്പുകളും അതുപോലെ തന്നെ സബ്മറൈനുകളും അമേരിക്ക നിരത്തി. മാത്രമല്ല നേരത്തെ കാർത്തിക് പറഞ്ഞതുപോലെ ആ മേഖലയിലെ എണ്ണ വ്യാപാരം, അതുമായിട്ടുള്ള എണ്ണ കൊണ്ടുപോകുന്ന വഴികളെല്ലാം ഇവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാ വെസലുകളും ഇത്തരത്തിൽ ഏതെങ്കിലും വെസൽ വെനസ്വേലയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത്
ഡ്രഗ് കാർട്ടലാണെന്ന് ആരോപിച്ചുകൊണ്ട് അതിനെ വെടിവെച്ച് തകർക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഈ മേഖല മുഴുവൻ അമേരിക്ക കഴിഞ്ഞ കുറച്ച് ദിവസമായി വളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നേരത്തെ കാർത്തിക് പറഞ്ഞതുപോലെ മദൂറോ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വരെ പറഞ്ഞത്. പക്ഷേ അതിനൊന്നും അമേരിക്ക ചെവിക്കൊണ്ടില്ല. ഇന്നലെ ഇത്തരത്തിൽ ഈ മേഖലയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഈ കാരക്കാസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ മദൂറോ താമസിക്കുന്ന സ്ഥലത്ത് വരുന്നു. അങ്ങനെ ആ മേഖലയിൽ ആക്രമണം നടത്തി മദൂറോയെ തട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. മാത്രമല്ല ഇപ്പോൾ മദൂറോ നിലവിൽ ന്യൂയോർക്കിലാണുള്ളത്. ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് മദൂറോയെ കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെൻറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. അമേരിക്കയിലെ തന്നെ ഏറ്റവും മോശം സാഹചര്യമുള്ള ജയിലാണ്. ഏറ്റവും കൊടും ക്രിമിനലുകൾ താമസിക്കുന്ന, അവരെ പാർപ്പിച്ചിരിക്കുന്ന, അവിടെ ഏറ്റവും കുറവ് പോലീസ് ഉദ്യോഗസ്ഥർ, അതിനകത്തുള്ള കയ്യൂക്കുള്ളവൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു ജയിലിലേക്കാണ് ഇപ്പോൾ വെനസ്വേലയുടെ പ്രസിഡന്റിനെ നിക്കോളാസ് മദൂറോയെ പാർപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് അമേരിക്കയോട് എതിർത്ത് നിൽക്കുന്ന ആരെയും അതിൻ്റെ ഏറ്റവും മോശമായ രീതിയിൽ തന്നെ പരിഗണിക്കുകയുള്ളൂ എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകിക്കൊണ്ടാണ് MDCയിലേക്ക് തന്നെ ഇപ്പോൾ മദൂറോയെ പറഞ്ഞയച്ചിരിക്കുന്നത്. മാത്രമല്ല ഇനി എന്താണ് വെനസ്വേലയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മരീന മച്ചാഡോയെ അവിടുത്തെ പ്രസിഡന്റായി കൊണ്ടുവരുമെന്നാണ് ഈ ഒരു ആക്രമണങ്ങൾക്ക് ശേഷം വന്നിരുന്ന വിലയിരുത്തലെങ്കിലും വാർത്താ സമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് മരീന മച്ചാഡോയ്ക്ക് അവിടെ വലിയ ജനപിന്തുണയൊന്നും ലഭിക്കുന്നില്ല, അതുകൊണ്ട് മരീന മച്ചാഡോയെ അവിടെ പ്രസിഡന്റാക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത് വെനസ്വേലയിൽ പ്രസിഡന്റായിട്ട് ആര് വരും, അല്ലെങ്കിൽ അമേരിക്ക ആരെ അവിടെ അവരോധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു സൂചന ഇപ്പോൾ CNN ന്യൂസ് നൽകുന്നത് ഇപ്പോൾ അതായത് മദൂറോയുടെ പക്ഷക്കാരിയായിട്ടുള്ള ഡെൽസി റോഡ്രിഗസ് ആണ് അവിടുത്തെ വൈസ് പ്രസിഡന്റ്. ഇപ്പോൾ ഇടക്കാല പ്രസിഡന്റായിട്ട് അവിടെ ചുമതലയേറ്റിരിക്കുന്നു. അവരുമായി സഹകരിച്ച് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവരെ തന്നെ മുന്നോട്ട് ആ രാജ്യത്തെ നയിക്കാൻ ഏർപ്പെടുത്തും എന്നുള്ള ചില സൂചനകൾ കൂടി അമേരിക്ക മുന്നോട്ട് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മരീന മച്ചാഡോയ്ക്ക് സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. മാത്രമല്ല അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എഡ്മണ്ട് ഗോൺസാലസിനും അതൊരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇപ്പോൾ നിലവിൽ അമേരിക്കയെ സംബന്ധിച്ച് അവിടുത്തെ ഈ വെനസ്വേലൻ തീരത്തുള്ള അവരുടെ ഈ വെനസ്വേലയ്ക്കകത്തുള്ള ഈ എണ്ണ നിക്ഷേപം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ നോട്ടം. അതിനെ പ്രധാനമായും അവിടുത്തത് ഹാർഡ് ക്രൂഡ് ഓയിലാണ്, ഏറ്റവും കട്ടിയുള്ള ക്രൂഡ് ഓയിലാണ്. അതിനെ നമ്മൾ സാധാരണ ഇന്ധനമായി മാറണമെങ്കിൽ സാധാരണ എണ്ണയെക്കാളും വലിയ റിഫൈൻമെൻറ്റ് ആവശ്യമാണ്. അതിനനുസരിച്ചുള്ള കെമിക്കൽ പ്രോസസ്സ് ആവശ്യമാണ്. അത് അമേരിക്കൻ കമ്പനികളിൽ മാത്രമേ ഉള്ളൂ. 1976 ഇവിടെ നിന്നുള്ള വെനസ്വേലയിൽ നിന്നുള്ള മറ്റ് പുറം രാജ്യത്തുള്ള കമ്പനികളെ അവർ ആട്ടിപ്പായിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ വീണ്ടും അമേരിക്ക അതിൻ്റെ ചുക്കാൻ പിടിക്കാൻ എത്തുമ്പോൾ അമേരിക്കൻ കമ്പനികൾ ഇവിടെ എത്തും. അവരാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ എണ്ണ ഖനനം ചെയ്യാൻ പോകുന്നത്. അത് തന്നെയായിരുന്നു ഈ ഓപ്പറേഷന്റെ പിന്നിൽ ഡൊണാൾഡ് ട്രംപ് കണ്ടിരുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം.